ഇതുപോലുള്ള ഒരു രേഖ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയൊരു ചുവടുവെപ്പാണ്. ഇതിലുള്ള എഴുത്ത് ജീവിതത്തിന്റെ കുറിപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഡയറക്ടറി ഉണ്ടാക്കിയത്. ആ ഡയറക്ടറിയാണ് മേൽവിലാസം. മേൽവിലാസം എന്ന പേരിൽ മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പുറത്തിറക്കിയ എഴുത്തുകാരുടെ ഡയറക്ടറിക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ എഴുത്തു ജീവിതത്തിന്റെ സാംസ്കാരിക പരിസരങ്ങളിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരം ഒരു മഹത്തായ സംരംഭം. ഇതുപോലുള്ള ഒരു രേഖ, ഒരു ചരിത്രരേഖ, സാഹിത്യകാരന്മാരുടെ രേഖ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയൊരു ചുവടുവെപ്പാണ്. ഒരു ഡയറക്ടറി ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിലാഷമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടലുകളിലൂടെ സാഹിത്യകാരന്മാരെ കണ്ടെത്തുകയും അവരുടെ ബയോഡാറ്റ ശേഖരിക്കുകയും അവർക്കായി ഒരു ഡയറക്ടറി ഉണ്ടാക്കുകയും അത് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യുകയുണ്ടായി. ഈ ഒരു മൊമെന്റോയാണ് ഞങ്ങൾ താലൂക്കിലെ എല്ലാ എഴുത്തുകാർക്കും ഈ ഒരു മൊമെന്റോയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. എഴുത്തുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് ലൈബ്രറി കൗൺസിൽ. അപ്പോൾ ലൈബ്രറി കൗൺസിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നാട്ടിലെ എഴുത്തുകാരെ, കലാകാരന്മാരെ കണ്ടെത്തുകയാണ്. അവരെ കണ്ടെത്തി, അതായത് അതിൽ 4ാം ക്ലാസ്സിലെ ജസ അൻവർ തൊട്ട് നമ്മുടെ പ്രദേശത്തുള്ള മണ്ണാർക്കാട്ടിലെ ഏറ്റവും മുതിർന്ന TR തിരുവിഴാംകുന്ന് വരെയുള്ള 120ഓളം ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി ഉണ്ടാവുമായിരിക്കാം. ചെയ്ത കാര്യം ഇവരെല്ലാവരെയും സംഘടിപ്പിക്കുകയും അവരുടെ എഴുത്തു ജീവിതത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തരാൻ പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള എഴുത്തു ജീവിതത്തിന്റെ കുറിപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഡയറക്ടറി ഉണ്ടാക്കിയത്. ആ ഡയറക്ടറിയാണ് മേൽവിലാസം. ആദരപത്രവും കൊടുത്തു, ഡയറക്ടറിയും ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം ലൈബ്രറി കൗൺസിലുണ്ട്.